CPM-നെ സംബന്ധിച്ചോളം CPM-ൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർ, ജനങ്ങൾക്ക് താല്പര്യമുള്ളവർ, സ്ഥാനാർത്ഥിത്വത്തിന് അർഹതപ്പെട്ടവരെ, അത് ഏത് വ്യക്തിയാണെങ്കിലും അത്തരക്കാരെ, പ്രത്യേകിച്ച് യുവത്വത്തോട് നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അതിൽ മോഹഭംഗം നഷ്ടപ്പെടുത്തി പാർലമെന്ററി മോഹം ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ചിലര് ഇതുപോലത്തെ വിമത വേഷമായിട്ട് ഇറങ്ങും. അതൊന്നും ഒരു തരത്തിലും പാർട്ടിയെ ബാധിക്കുകയോ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയോ ചെയ്യത്തില്ല. താരതമ്യേന CPM-ൽ അതൊക്കെ വളരെ കുറവാണ്, അപൂർവമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിമതശല്യം വരുന്നത് ഒരു കോൺഗ്രസിൽ, BJP. ഇപ്പൊ BJP തന്നെ ഇപ്പൊ 2 പേര് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. മൂന്നാമതൊരു സ്ത്രീ വിഷം കഴിച്ചു. പക്ഷെ അവർ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ BJP ഒരു ആത്മഹത്യാ സ്ക്വാഡിനെ ട്രെയിൻ ചെയ്യുന്ന പോലെ വലയുമ്പോൾ ലീഗിലും വലിയ രീതിയിലുള്ള വിമത പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ താരതമ്യേന വളരെ അപൂർവമാണ് ഇതുപോലെയുള്ള വിമത ശല്യങ്ങൾ CPM-നെ സംബന്ധിച്ചോളം. ഈ വിമതന്മാരെന്ന് പറഞ്ഞാൽ അധികാരമോഹികളും സ്വാർത്ഥത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർക്ക് പാർട്ടിയുടെ പറയുന്ന രീതിയിലുള്ള അനുസരണക്കേട് വരുമ്പോൾ, അല്ലെങ്കിൽ അത് അനുസരിക്കാൻ തോന്നാതെ വരുമ്പോൾ അവർ വിമതരായിട്ട് പ്രത്യക്ഷപ്പെട്ട് സ്ഥാനാർത്ഥിയാവും. ജനങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. CPM-ലൊരു പാർട്ടി ഏതെങ്കിലും ഒരു വ്യക്തി വിമതനായാൽ അയാൾ സ്വാർത്ഥതയുള്ളതുകൊണ്ട് മാത്രം സ്ഥാനമോഹങ്ങൾക്ക് അധികാരത്തിന് വേണ്ടി വരുന്നതെന്നുള്ളത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാലകാലങ്ങളായിട്ട് അങ്ങനെ കുറെ ആളുകളുണ്ട്, എല്ലാ പാർട്ടിയിലും CPM-ലുണ്ട്. അപ്പൊ അവര് ഈ ഒരു പൊങ്ങി താഴെ പോയി മരിച്ചു പോകുന്ന പോലെ രാഷ്ട്രീയപരമായിട്ട് അസ്തമിക്കുന്നില്ലാതെ കൊണ്ട് ഈ പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു 0.1% ഒരു ബാധിക്കത്തില്ല. അത് കാലങ്ങളായിട്ട് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ വമ്പന്മാരായിട്ടുള്ള എത്രയോ പേര് പിരിഞ്ഞു പോയിരിക്കുന്നു. അതൊരു പരിധിവരെ ചിലതൊക്കെ വിഭാഗിതയുടെ പേരിൽ പോയി, ചിലർക്ക് സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ പോയി. ഇതൊക്കെ സ്വാഭാവികമാണ്, ജനാധിപത്യത്തിന്റെ ഒരു പ്രക്രിയയാണത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ആധികാരികമായിട്ടുള്ള പ്രശ്നങ്ങളും പാർട്ടിനെയോ തെരഞ്ഞെടുപ്പിനെയോ 1% പോലും ബാധിക്കത്തില്ല. ഇപ്പോൾ BJP-യിലൊക്കെ ഇതുപോലെ സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഈ ഒരു ജീവനൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു CPM-ൽ ആരും ആത്മഹത്യ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലായിരുന്നു ഈ ഒരു CPI നേതൃത്വം ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴും ഈ ഒരു വിമത ഭീഷണി തടയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അല്ല, വിമത ഭീഷണി എന്ന് പറയുന്നത് നേതൃത്വത്തിന് തടയാന്നുള്ള ചോദ്യമല്ല അതിനകത്ത് പ്രസക്തി എന്ന് പറയുന്നത്. അവരെന്തുകൊണ്ട് വിമതരായി എന്നുള്ളതാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ അനുസരണയോടുകൂടി പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് CPM പ്രവർത്തനം ചെയ്യേണ്ടത്. അതാണ് ആ പാർട്ടിയുടെ CPM എന്ന് പറഞ്ഞ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഇത്രയ്ക്ക് ജനപ്രീതി കിട്ടാൻ കാരണം. പാർലമെന്ററി വ്യാമോഹം മാത്രം വെച്ചുകൊണ്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും നിരാശപ്പെടും. കാരണം CPM ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് പല ഘടകങ്ങളും ആലോചിച്ചിട്ട് അതിന്റെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. അത് ഈ മോഹമായിട്ട് വെക്കുന്നവരെ എന്തിനാണ് നിയന്ത്രിക്കുന്നത്? അവർ പോണ വഴി പോട്ടെന്ന് വിചാരിക്കും. അവർക്ക് അത് പോയി എവിടെയെങ്കിലും പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ. അവരുടെ ജനഹിതം എന്താണെന്നുള്ളത് അവരെ ഇലക്ഷനിലൂടെ തെളിയട്ടെ. പാർട്ടിയൊന്നും അത്തരക്കാരെ തടഞ്ഞു നിർത്തുന്ന സ്വഭാവമില്ല. കാരണം ഈ പാർട്ടിയിലെ 99.99% ആൾക്കാരും ഒന്നും മോഹിക്കാതെ ആശയം കൊണ്ട് പാർട്ടി പ്രവർത്തിക്കുന്നവരാ. അവർക്ക് അവർക്ക് അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമം ആര് നടത്തിയാലും അത് വിലപ്പോകത്തില്ല. പാർട്ടി അതിനെ മൈൻഡ് പോലും ചെയ്തില്ല. വമ്പന്മാരായ MV രാഘവൻ, KR ഗൗരിയമ്മരെ പോലെയുള്ളവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ഇതുപോലെ തന്നെ വിവിധ പ്രശ്നം ഉണ്ടാക്കി അവരവിടെ എത്തിയെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം. അത് തന്നെയല്ല, അതിനുശേഷം CPM വളരുകയല്ലേ ചെയ്ത്. എത്ര പ്രാവശ്യം അതിനുശേഷം അധികാരത്തിലേറി ജനങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും അതൃപ്തി പാർട്ടിക്കുണ്ടായോ? ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ അപൂർവം ചില ആൾക്കാർ ചെയ്യും. അതിൻ്റെതായ ഗ്രാവിറ്റിയിൽ കണ്ടാൽ മാത്രം മതി. ഇതിപ്പോൾ ഈ ഒരു കഴക്കൂട്ടം മണ്ഡലത്തിൽ അടക്കം ഇപ്പോൾ പലയിടത്തും ഈ കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ CPM BJP ഡീൽ എന്നുള്ള ഒരു ആരോപണമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ശ്രീകണ്ഠന്റെ വിമർശനവും വന്നിരിക്കുന്നത് ഈ കടകംപള്ളിക്കെതിരെ തന്നെയാണ്. ഇപ്പോൾ കടകംപള്ളിയെ പോലെ ജനകീയനായ ഒരു സമുന്നത നേതാവിനെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കെടുത്തി കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളുടെ പേരിൽ അസൂയയോട് പറയുന്നതിനൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ആരും അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല CPM-ലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. CPM-നൊരു നിയതമായ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ച് കൂട്ടായ്മയിലൂടെ താഴെ തട്ടിലുള്ള കമ്മിറ്റികൾ നിർദ്ദേശിക്കുന്നതനുസരിച്ച് അതെല്ലാം പരിശോധിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. അല്ലാണ്ട് കടകംപള്ളി സുരേന്ദ്രൻ, ഈവൻ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷ് പോലും ഒരു വ്യക്തിയുടെ പേരിൽ ചെയ്യാൻ പറ്റും. ഈ പാർട്ടിക്ക് ഒരു ചട്ടം, അതാണ് ഈ പാർട്ടിക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനുണ്ട്. പാർട്ടിയുടെ ഭരണഘടന ഏതാകുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സ് വെച്ച് സ്വാർത്ഥ താല്പര്യത്തിൽ ഒരാൾക്ക് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ CPM-ൽ അത് നടക്കില്ല. അത് ഇവർക്ക് അറിയാൻ. ഇത് കോൺഗ്രസ് അല്ല, BJP അല്ല. BJP ഒക്കെ ആണെങ്കിൽ വോട്ട് കച്ചവടം ചെയ്യും, സീറ്റ് കച്ചവടം ചെയ്യും. കോൺഗ്രസ് കച്ചവടം ചെയ്യും. ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു ഡിവിഷനിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് ഡീലായെന്ന് പറഞ്ഞത്. ഇപ്പൊ സാമ്പത്തികം മേടിച്ചുകൊണ്ട് ഡീലായെന്ന് പറഞ്ഞു. നിയമസഭയിലേക്ക് അവരൊക്കെ പെയ്ഡ് സീറ്റുകൾ പലതും ഉണ്ടാവും. അതൊന്നും CPM-ലെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തിയുമില്ല. അദ്ദേഹത്തിന്റെ ജനസമ്മതി അവർ അസൂയ പോണ്ടവര് അദ്ദേഹമാണ് സീറ്റ് നിശ്ചയിക്കുന്നത്, ഞങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളാണ് അതിനോട് പൊരുത്തപ്പെടുന്നത്. അതുകൊണ്ട് അതൊന്നും CPM-നെ ഒരുപാട്
പ്രതിസന്ധികളെയും ഇതുപോലുള്ളവരെയൊക്കെ നേരിട്ടാണ് ഈ പാർട്ടി 2 പ്രാവശ്യം അടുപ്പിച്ച് ഭരണത്തിലിരിക്കുന്നത്. ജനങ്ങളുടെ ഏറ്റവും പിന്തുണയോടുകൂടി 3ാം ഭരണത്തിലേക്ക് കടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിൽ CPM ജയിക്കും. കാരണം എതിർക്കാനായിട്ട് നല്ലൊരു മുന്നണിയില്ല. BJP ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലാണെങ്കിൽ സീറ്റ് വിഭജനം കീറാമുട്ടി കഴിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സ്ഥിതിക്ക് ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ മറ്റൊരു അതർ ഓപ്ഷൻ അവിടെ ഇല്ല. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. അപ്പൊ അതുകൊണ്ട് CPM തന്നെ ജനങ്ങളുടെ പ്രിയങ്കരമായ പാർട്ടിയായിട്ട് LDF മുന്നണി ബഹുഭൂരിപക്ഷം ഈ 2199 പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തിലേക്കും കേരളത്തിൽ വിജയം നേടും. ഇതുപോലുള്ള ചില ആളുകൾ ഇതോടുകൂടി അസ്തമിക്കും. ഇതേ സംഭവിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ഒരിടത്തും ഈ ഒരു CPM-നെ ഈ ഒരു വിമതശല്യം അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു വാദമൊക്കെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്ത് തന്നെയായാലും അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയിലെ പ്രധാനികളൊക്കെ തന്നെ ഈ നേതൃത്വത്തിനെതിരെ ഈ ഒരു കലാപക്കൊടി ഉയർത്തുന്നതൊക്കെ. അത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പാർട്ടിയുടെ വിജയത്തിനെയൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഇല്ലേ? ഇല്ല, സാധിക്കത്തില്ല. കേരളത്തിലെ വോട്ടർമാർ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഈ അധികാരമോഹികൾ, സ്വാർത്ഥര്, തങ്ങൾക്ക് സ്ഥാനം കിട്ടിയില്ല എന്നോർത്തുകൊണ്ട് വന്ന് തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആരാ വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യത്തില്ല. അത് ഒരു പരിധിവരെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും അങ്ങനെ തന്നെയാണ്. അത്തരക്കാരെ ജനം തിരിച്ചറിയും. അത് പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇവരെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഒരാൾ ഒരുമ്പിട്ടിറങ്ങുവാണ് എനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്? തന്നെയല്ല ഇവരെ നിയന്ത്രിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് പറയാം. അവരെയൊക്കെ അവഗണിച്ചു വിടുക എന്നുള്ളൂ. അതിനപ്പുറമായ ഒരു വലിയ ജനസഞ്ചയം, വലിയൊരു ജനക്കൂട്ടം, വലിയൊരു പ്രതീക്ഷ അർപ്പിക്കുന്ന യുവാക്കളുടെയും യുവതികളുടെയും അടങ്ങുന്ന പുതിയ തലമുറയുടെയും ഒക്കെ ഒരു വലിയൊരു പ്രതീക്ഷയായ ഇടതുപക്ഷമാണ് നിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ പോകുന്നെങ്കിൽ അവർ പോണ വഴിയെ പോട്ടെന്ന് ചിന്തിക്കത്തില്ല. 1% പോലും ഇത് ഒരു തെരഞ്ഞെടുപ്പിനെയും ബാധിക്കത്തില്ല. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ ബാധിക്കത്തില്ല. അതുകൊണ്ട് പാർട്ടി നിയന്ത്രിക്കുന്നു, അല്ല അവർക്ക് പാർട്ടിയെ പൂർണ്ണമായിട്ടും അവരുടെ വിവിധ നീക്കങ്ങൾ തടയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് അവരെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരെ തടഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മനസ്സ് അങ്ങനെയാണ്. അവരെ എപ്പോഴായാലും ഈ പ്രശ്നം ഉണ്ടാക്കും. അവരൊക്കെ പോട്ടെ. അങ്ങനെ എത്രയോ പേര് ഇങ്ങനെ ഒഴിഞ്ഞു പോയിരിക്കുന്നു, എത്രയോ ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു 1% പോറലേൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ജനങ്ങളിലാണ് ഈ പാർട്ടിയുടെ വിധേയത്വം. പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്കൊപ്പമാണ്, അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിയുന്ന ഒരു ജനം സ്വന്തമായിട്ടുള്ളപ്പോൾ CPM-നെ സംബന്ധിച്ചോളം ഒരു ഭയവുമില്ല. ഇവരെ പോലൊന്നും നിയന്ത്രിക്കേണ്ട പോലും കാര്യമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.